1925-26 കാലഘട്ടങ്ങളിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നും അതിന്റെ പശ്ചാത്തലം എന്തായിരുന്നുവെന്നും പ്രബുദ്ധരായി കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാലങ്ങളിലായി മുസ്ലിമീങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഇസ്ലാമിന്റെ ആചാര അനുഷ്ഠാനങ്ങളെ വികൃതമാക്കുകയും സമൂഹത്തിനെ തെറ്റിപ്പിക്കുന്ന വിധത്തിൽ ഉള്ള പ്രവർത്തനങ്ങളുമായി നവീനവാദികൾ സമൂഹത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടിയാണ് അല്ലാഹുവിന്റെ ആരിഫീങ്ങളും ഔലിയാക്കന്മാരും സാദാത്യങ്ങളും സയ്യിദന്മാരുമൊക്കെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത്. ഇസ്ലാമിനെതിരെ വരുന്ന ഏത് വെല്ലുവിളികളെയും നേരിടുകയും സമൂഹത്തിനെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ 85 വർഷക്കാലം ഈ കേരളക്കരയിലും പുറത്തുമായി നിർവഹിച്ചു പോന്നിട്ടുള്ളൂ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിനെതിരെ വരുന്ന പ്രവർത്തനങ്ങൾ അത് രാഷ്ട്രീയക്കാരിൽ നിന്നാണെങ്കിലും മറ്റിതര സംഘടനക്കാരിൽ നിന്നാണെങ്കിലും അതിനെ എതിർക്കുകയും കാലങ്ങളിലായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷക സംഘടനയിലും ഈ കേരളക്കരയിലും മറ്റുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട തിരികേശം എന്ന് പറഞ്ഞ് ചില ആളുകൾ ഇവിടെ പ്രസംഗിക്കുകയും ജനങ്ങളെ അതിൽ വഞ്ചിതരാക്കുകയും ചെയ്യുന്നത്. തികച്ചും ഈ ലോകത്ത് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പഠിച്ച് അതെനിക്ക് പരിഹാരം നൽകുകയും പരിഹാരം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ലോകത്തിലെ തന്നെ ആധികാരിക പണ്ഡിത സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത്. ബഹുമാനപ്പെട്ട ഖാദിയ, നമുക്കറിയാം എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനിക്ക് മറുപടി പറയുന്ന ഇസ്ലാമിന്റെ വിധികർത്താക്കളാണ് നമ്മുടെ ഖാദിമാരെന്ന് പറയുന്നത്. നമ്മളോട് വളരെ വ്യക്തമായി തന്നെ നമ്മളുടെ ഖാദി ജില്ലയിലെ 100-ൽ പരം മഹല്ലുകൾക്ക് ഖാദിസ്ഥാനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ഖാദിയാർ ഉസ്താദ് നമ്മളോട് പറയുകയുണ്ടായി. എന്നെ ഈ പ്രസംഗം ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എന്നെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ശൈഖുന ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചു.